Hi friends, welcome to Competitive Cracker. Competitive Crackerന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു ന്യൂസാണ്. ചിലർക്ക് മാത്രമായിരിക്കും ഒരു ചെറിയ സങ്കടം ഉണ്ടാവുന്നത്. എങ്കിലും ഇനി ജോലി കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ന്യൂസ് വലിയ ആശ്വാസമാണ്, വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് മറ്റൊന്നുമല്ല, ഈ മെയ്യിൽ 31 വിരമിക്കുന്ന 12,000 പേരെ പറ്റിയാണ് പറയുന്നത്. 12,000-ലധികം പേര് ഈ ഒരു മെയ്യിൽ നമ്മുടെ വിരമിക്കുകയാണ്, സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. നമുക്കറിയാം, ഓരോ വർഷവും കേരള PSC ഏകദേശം 30,000-ലധികം വേക്കൻസികളിലേക്കാണ് ഫില്ലപ്പ് ചെയ്യപ്പെടുന്നത്. ഈ പ്രാവശ്യം മെയ്യിൽ വിരമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? അധ്യാപക തസ്തികയിലാണ് ഒരുപാട് പേര് വിരമിക്കുന്നത്. അപ്പം ആ ഒരു വിരമിക്കൽ ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും, നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന LPSA ലിസ്റ്റിലുള്ളവർ, ഇനി വരാൻ പോകുന്ന LPSA ലിസ്റ്റിലുള്ളവർ, അടുത്ത ഒരു LPSAക്ക് വേണ്ടി പഠിക്കുന്നവർ, ദെൻ അടുത്ത എന്താണ് HSA പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു പ്രചോദനം തന്നെയാണ്. കാരണം ഇവിടെ ഈ പറയുന്ന ഇത്രയും പേരുടെ വിരമിക്കലിന് അവിടുത്തെ ആ പോസ്റ്റുകളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് സർവീസിലേക്ക് കയറാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ തവണത്തെ LPSA ലിസ്റ്റിൽ നമ്മുടെ LPSA ലിസ്റ്റ് 30-ാം തീയതി തീരുവാണ്. 31-ാം തീയതി പുതിയ ലിസ്റ്റ് വരികയാണ്. അപ്പോൾ ആ 30-ാം തീയതി ലിസ്റ്റിൽ തീരുന്നത് കൊണ്ട് തന്നെ അവിടെ കുറേ പേർക്ക് ഇതൊരു വലിയ കനത്ത നഷ്ടമാണ്. കാരണം എന്നിരുന്നാലും ഒരു 4,856 നിയമനമാണ് LPക്ക് നടന്നത്. വലിയ നിയമനങ്ങൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 4,856 പേര്, ഒരു 5 പൈസ അവർ മാനേജ്മെൻറ്റ് സീറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഏത് സ്കൂളിലേക്ക് മാനേജ്മെൻറ്റ് സീറ്റ് SNDP ആയാലും എവിടെ ഏത് മാനേജ്മെൻറ്റ് നോക്കിയാലും 30 തൊട്ട് 60 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്ക് എന്തായാലും ചോദിക്കുന്ന സീറ്റിലേക്കാണ് ഒരു 5 പൈസ കൊടുക്കാതെ അവർ പഠിച്ച് നേടിയത്. അവരിട്ട എഫേർട്ട് മറ്റൊരു എഫേർട്ടാണ്. കൃത്യമായി പഠിച്ചു, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി, കിട്ടിയ അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്തപ്പം 4,856 പേര് കഴിഞ്ഞ 2022 മെയ് 31 വന്ന ലിസ്റ്റിൽ നിന്നും ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പം വലിയൊരു കാര്യമാണ് അത്. എല്ലാവർക്കും, നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥിയും പഠിക്കേണ്ടവർ മനസ്സിലാക്കേണ്ടത്, ഓപ്പർച്യൂണിറ്റി ഒരിക്കലേ വരത്തുള്ളൂ. ഇപ്പം കടക്കാൻ പോകുന്ന HSA ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓഗസ്റ്റിൽ എക്സാമാണ്. ഈ എക്സാമിൽ നമ്മുടെ മുന്നിൽ ഈ അവസരം വരികയാണ്. ഈ അവസരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കണം, അല്ലേ? ഈ അവസരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത്ര റാങ്കിനുള്ളിൽ വന്നെങ്കിൽ മാത്രമേ, കാരണം ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഏകദേശം 11,602 പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 4,562 എന്ന് പറയുമ്പം അതിൽ എന്താണ്, ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിൽ വരുന്ന ആൾക്കാർക്കാണ് ജോലി സാധ്യത കൂടുതലുള്ളത്. അപ്പം നമ്മളൊരു പരീക്ഷയെ സമീപിക്കുമ്പം ഈ നമ്പർ കണ്ട് നമ്മൾ വിചാരിക്കരുത് നമുക്കിത് കിട്ടുമെന്നുള്ളത്. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. അവിടെ ഇടുന്ന ഒരു എഫേർട്ട് ഭയങ്കര കൂടുതലായിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ജോലി ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണത്തെ LPSA ലിസ്റ്റ്, തീരാൻ പോകുന്ന LPSA ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ 796 പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 508 പേർക്ക് നിയമന ശുപാർശ കിട്ടി. ഇനിയും കൊല്ലം ജില്ലയിലേക്ക് പോകുമ്പോൾ കൊല്ലം ജില്ലയിൽ 982 പേർക്കായിരുന്നു എന്ത് കിട്ടിയിരുന്നത്? റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൻ്റെ 367 പേർക്ക് നിയമന ശുപാർശ കിട്ടി. ഇനി നോക്കിക്കേ, പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 541, 251 പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലോ 707 പേര് ഉൾപ്പെട്ടു. അതിൽ 210 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 473 പേരായിരുന്നു കോട്ടയം ജില്ലയിൽ. അവിടെയും 187 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഇടുക്കി ജില്ലയിൽ 438 പേർക്ക്, 99 പേർക്ക് അവിടെ എന്ത് കിട്ടി? ജോലി ലഭിച്ചിട്ടുണ്ട്. 692 പേരായിരുന്നു എറണാകുളത്തുണ്ടായിരുന്നത്. 271 പേര് ടോട്ടൽ മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ ജോലി ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ 783, 395 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് 889, 268 അവിടെ പേർക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. മലപ്പുറം 2,227, 1,185 പേർക്കാണ് അവിടെ ജോലി ലഭിച്ചത്. കോഴിക്കോട് 808, 471, വയനാട് 602, 97. കമ്പാരിറ്റീവ്ലി കുറച്ച് നിയമനം നടന്ന ഒരു ജില്ലയാണ് വയനാട്.
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2-3 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് നിയമനം ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ ലിസ്റ്റ് തീരുകയാണ് മിസ്സേ, സങ്കടകരമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ടും പേഴ്സണലി അറിയാവുന്നതാണ്. കുറച്ചുകൂടെ നിയമനം നടക്കേണ്ട ജില്ലയായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾക്കാൽ കുറച്ച് നിയമനം കുറവാണ്. കണ്ണൂർ 686, 154 പേർക്ക് നിയമനങ്ങൾ നടന്നു. കാസർഗോഡ് 978, 416. അങ്ങനെ ആകെ 11,602-ൽ 4,879 പേർക്ക് ജോലി കിട്ടി. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം 6,294 പേർക്കാണ് ആ സമയം ജോലി കിട്ടിയത്. 2000 ഏകദേശം ഒരു 1,800 ആ ഒരു റേഞ്ചിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. 2-3 കാരണങ്ങളുണ്ട്. സർവീസിൽ കയറുന്നവർ തീർച്ചയായും സർവീസിൽ കയറുന്നവരും ജോലി അപേക്ഷിക്കുന്നവരും ജോലിക്ക് പഠിക്കുന്നവരും ഒക്കെ എന്തായിരിക്കണം, നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സമർത്ഥപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമാകുക. പക്ഷെ സർവീസിൽ കയറിയ ഒരുപാട് പേര് അവരുടെ മക്കളെയൊക്കെ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് എടുക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റിയാണ് കുറയുന്നത്. പിന്നെ പുതുതായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുക PSC പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തന്നെ പൊതുവിദ്യാലയങ്ങളിലേക്ക് മക്കളെ അയക്കുക എന്നുള്ളതാണ് നമുക്ക് ജോലി നിലനിർത്താനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക. ഇനി ഇതൊരു ലിസ്റ്റാണ്, LP ലിസ്റ്റിനെ അനലൈസ് ചെയ്താണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞത്. ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന എക്സാം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. HSA പരീക്ഷയാണ്. ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്. ഇത് സോഷ്യൽ സയൻസ് ഉള്ള ഒഴിച്ചുള്ള എല്ലാ എക്സാമും നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ നടക്കാൻ പോവുകയാണ്. ഇത് നടന്നാൽ എന്തായിരിക്കും? ഒരു ലിസ്റ്റ് നിലവിൽ വരും. ഈ ലിസ്റ്റിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് മാർക്ക് ആദ്യം നേടിയാൽ മാത്രമാണ് നമുക്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് കൊണ്ടും ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടും ഒക്കെയുള്ള പ്രയോജനമുള്ളൂ. അടുത്ത 60 ദിവസം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഫുൾ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനോടൊപ്പം അതിൻ്റെ MCQs, അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഉറപ്പായും ചോദിക്കുന്ന മേഖലകൾ, ഒരു വിഷയത്തിന് 12-ലധികം അധ്യാപകർ. അത് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഏറ്റവും വലിയ കരുത്താണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ 1, 2, 3 ഇങ്ങനെ മിക്ക ജില്ലകളിലെ മിക്ക സബ്ജക്റ്റിൻ്റെയും ആദ്യ റാങ്കുകാർ. ഇതൊക്കെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ച അതേ സ്ട്രാറ്റജിയുമായിട്ട് അതേ രീതിയിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. തീർച്ചയായിട്ടും പഠിക്കുക, നേടുക. ഇനിയും അടുത്ത ഇതേപോലുള്ള ഈ വാർത്തകളൊക്കെ കണ്ട് പുതിയ ഒരുപാട് പേര് 31 ലിസ്റ്റ് തീരുകയാണ്. അടുത്ത പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? അടുത്ത പരീക്ഷ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കും. അന്നേരത്തേക്ക് പഠിക്കണമെങ്കിൽ ഇപ്പം പഠിക്കണം. ഇപ്പം വേറെ ഒന്നും ചെയ്യരുത്. ഇപ്പം പഠിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടി LPSA UPSA ലോങ് ബാച്ച് CCയോടൊപ്പം ജോയിൻ ചെയ്യാം. കൃത്യമായി പഠിക്കാം, ആദ്യത്തെ റാങ്ക് നേടാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ്. അധ്യാപകരാണ്, അവസരമില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ അവസരം കണ്ടെത്തുക, മുന്നോട്ടിറങ്ങുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.